ഏകദേശം കണ്ണൂർ ടൗണിൽ നിന്ന് 4-5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ ബസ്സിന് വരുന്നെങ്കിൽ നമുക്ക് കാൽടെക്സ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബസ് കിട്ടും, ഡയറക്റ്റ് ബസ് കിട്ടും. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ കോട്ടയുടെ അവിടം വരെ അല്ല, ഹോസ്പിറ്റലിൻ്റെ അവിടം വരെ. അവിടുന്ന് ഒരു 40 രൂപയുള്ളൂ കോട്ടയിൽ. ഒരു 1 കിലോമീറ്റർ കഷ്ടേ ഉള്ളൂ. അങ്ങനെ ഓട്ടോയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയിട്ടാണ് കോട്ടയുടെ അങ്ങോട്ട്. അവിടുന്ന് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് 40 രൂപയുണ്ട്. ഒരു 4:30 ആകുമ്പോൾ അവിടെ എത്തണം. കറക്റ്റ് 4:30 ആകുമ്പോൾ. പുതിയൊരു ഇറങ്ങിയിട്ട് പോകാൻ പറ്റുമോ എന്നൊരു ഡൗട്ടാണ്. നോക്കണം, വെയിലത്ത് കിടക്കണം. അവിടെ വണ്ടി എടുത്തിട്ട് വരല് ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചായി കേട്ടോ. അങ്ങനെ നമ്മൾ കോട്ടയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഇവിടെ പണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ്. ഓട്ടോ 2-3 ഓട്ടോയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പറഞ്ഞാൽ എല്ലാം റിട്ടേൺ പോകുന്ന ഓട്ടോയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ അഡ്രസ്സ് എത്തി. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. 25 അല്ലേ കേട്ടോ? 25 ആണോ? ഇവിടുന്ന് 25 റുപ്യ കേട്ടോ. വണ്ടി ആദ്യം വരുന്ന സമയത്ത് പൈസ ഇല്ലേ? ഫ്രീ. 10 വർഷമായി. ടിക്കറ്റ് എടുക്കണ്ടേ? ഇതാ കോട്ടയുടെ എൻട്രൻസ് കേട്ടോ. ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ബ്രിട്ടീഷുകാരുടെ കോട്ട. ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രിട്ടീഷുകാരുടെ കോട്ടയല്ല. ഞാൻ ഇപ്പം നമ്മൾ നോക്കിയെടുത്തോളം ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താ വെച്ചാൽ 1505 ഈ കോട്ട സ്ഥാപിക്കപ്പെട്ടത്. ഇത് നിർമ്മിച്ച ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത്. പിന്നെ 1663 ഈ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് ഇത് എടുക്കുമായിരുന്നു. അത് യുദ്ധം ചെയ്ത് പിടിച്ചടക്കുമായിരുന്നു ഇത്. പിന്നീട് എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ 1663 അറക്കൽ അലി രാജയ്ക്ക് ഡച്ചുകാർ കോട്ട വിറ്റു. ഡച്ചുകാർ അലി രാജയ്ക്ക് വിറ്റതിന് ശേഷം 1790 ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുത്തു ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ കോട്ട എന്നൊക്കെ പറയുന്ന നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണൂർ വളപട്ടണത്തിൽ നിന്ന് 3-4 കിലോമീറ്റർ അകലെയാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ചില കണ്ണൂരുള്ളവർ കണ്ണൂർ കോട്ട എന്ന് പറയും. പിന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ഈ സമുദ്രനിരപ്പിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കടലിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ സമുദ്രനിരപ്പിൽ നിന്ന് 40 അടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1745 കാലഘട്ടത്തിൽ ഡച്ച് കമാൻഡറുടെ ഭാര്യയും മകളും മൃതദേഹങ്ങൾ ഇതിനകത്ത് സംസ്കരിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളായത്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കുറേ കാണാൻ പറ്റും. എനിക്കൊരു 4:30 ആകുമ്പോൾ തളിപ്പറമ്പെത്തേണ്ട ആവശ്യമുണ്ട്. ഇവരെ പെട്ടെന്ന് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകണം. ഇതുണ്ട്, അടിപൊളി സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ കുറേ കാണാനുണ്ട് കേട്ടോ. പണ്ട് ഞാനിവിടെ വന്ന സമയത്തെ ഇവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഉണ്ടാവോ? എഴുതുന്ന ഒന്ന് എഴുതി വെക്കലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മാഞ്ഞാണ്. നേരെ ഈ സെൻട്രൽ എഴുതിയിട്ടുണ്ട്. ഉണ്ടാവേ ഇവിടെ എന്തോ ഒരു എക്കോ പോലെ ഉണ്ടാവും സംസാരിക്കുമ്പോൾ. പേരെല്ലാം മാഞ്ഞു പോയി. ഇത് ഇവിടെ ആയിട്ട് എഴുതി.
ഇതേണ്ട ഒരു ഗുഹ പോലത്തെ കവാടം. ഇതൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവമാക്കി വെച്ചേക്കാം. ഞാനൊക്കെ ഇത് ഈ പഴയ പടത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനത്തെ ഒരു കൂടാരം പോലെ. അതിൻ്റെ അപ്പുറ സൈഡ് കടല കേട്ടോ, ചുറ്റും പിന്നെ ആൾക്കാർ തീരെ കുറവാണ്. ഇത് കണ്ടോ അങ്ങ് ദൂരെ ഫിഷിങ്ങിൻ്റെ ബോട്ടൊക്കെ. ഇതാ ഈ അടുത്തും കിടപ്പുണ്ട്, ഇവിടെയും കിടപ്പുണ്ട്. നമുക്ക് ഓവർ സൂം ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് പോയിട്ട് വരാം. പണ്ടൊക്കെ നട്ടുച്ചയ്ക്ക് നടന്നിട്ട് അങ്ങ് ലാസ്റ്റൊക്കെ പോകുമായിരുന്നു കേട്ടോ, പ്രാന്തായിരിക്കും. അങ്ങ് ലാസ്റ്റ് മറ്റേ ഇത് കാണുന്നില്ലേ, സൂം ചെയ്ത് കാണിച്ചറിയാം എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഒരു വെള്ള അതിലേക്കൂടെ നമുക്ക് ഇപ്പുറത്തൂടെ ഇറങ്ങിപ്പോയി അതിലെത്താം കേട്ടോ. പണ്ട് ചേട്ടനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളോ. പിന്നെ ചേട്ടനൊക്കെ ഉള്ള സമയത്ത് പണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു ചേട്ടനായിട്ട് ഇങ്ങോട്ട് വരും, ഇവിടെ വന്നിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ വാഷിംഗ് ഏരിയയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, പണ്ട് ഇവിടെ വരുന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു. അവിടെയായിരുന്നു വന്നിട്ട് ഇരുന്നുകൊണ്ടിരുന്നത്. അന്ന് ഇങ്ങനെ ഈ നെറ്റൊന്നും കെട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ആദ്യം വന്ന സമയത്ത് പിന്നെ കുറേ നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡൊക്കെ പൊളിച്ചു കളഞ്ഞാണോ നമ്മൾ അതിലേക്കൂടെ ചാടുമായിരുന്നു. ആ വഴിയില്ലേ, അതിലേക്കൂടെ ചാടി അപ്പുറത്തോട്ട് ഇറങ്ങും. ഇപ്പം കടൽ കുറച്ച് കയറിയോണ്ടേ അതിലിപ്പോൾ പോകാൻ പറ്റില്ല. അതിലൊരു വഴിയുണ്ടായിരുന്നു. ഇതാ അവിടെ ഇങ്ങനെ അന്ന് ഇതിനെ കെട്ടിയിട്ടൊന്നുമില്ല, ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കെട്ടുകയെന്ന് തോന്നുന്നു. ഇത് നോക്കിയാൽ എല്ലാം തുരുമ്പിച്ച് ആൾക്കാർ ഇതിലെ കൂടെ ഒക്കെ ചേർന്ന്. അന്ന് ഇതിലൊരു വഴിയുണ്ടായിരുന്നു, ഇതിലെ ഇറങ്ങിപ്പോകുന്നത്. നമുക്ക് ഇതിലെ ഇറങ്ങിയിട്ട് പുറത്തോടെ പോകും. എന്ത് രസമാണെന്ന് നോക്കി കാണാൻ. നമുക്ക് എന്താ പറയുക, ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കോട്ട, പിന്നെ ഇങ്ങനെ കടൽ, പിന്നെ ഈ കാടുകൾ. നമുക്ക് തീരെ സമയമില്ല. നേരെ അങ്ങോട്ട് കുറേ കാണാനൊക്കെ ഉണ്ട്, ഓരോ കോട്ടകളൊക്കെ ഉണ്ട്. സിനിമ ഷൂട്ട് ചെയ്ത ഒരു സംഭവം ഉണ്ടേ, അത് എല്ലാവർക്കും അറിയാത്ത ഓ സൈനബ എന്നുള്ള പാട്ടിനകത്ത് ഒരു സിനിമയില്ലേ ജയറാം അഭിനയിച്ചേ, അതൊന്ന് കാണാൻ വേണ്ടി പോവാം. പറയുന്ന സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, ഭയങ്കര കാറ്റടിക്കുന്നത്. അന്ന് ഇത്രയും കയറിയായിരുന്നു. കാറ്റടിക്കുന്നതുകൊണ്ട് അധികം ചൂടില്ല കേട്ടോ. പണ്ടൊക്കെ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഇറങ്ങി പോകാമായിരുന്നു. സമയമില്ല, ഏകദേശം അങ്ങോട്ട് പോയിട്ട് വരാം. ഇവിടെ കുറച്ച് സാധനങ്ങൾ കാണാം. ജയിലൊക്കെ പണ്ടത്തെ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട്
പൂവിന് എന്താ പറയുക, കടലാസ് പൂവെന്നങ്ങാണ്ടല്ലേ പറയാ ഈ പൂവിന്. ഇതിൻ്റെ 2 വെറൈറ്റി കളറുണ്ടല്ലേ. ഹലോ ഹലോ, നിന്നോട് ഞാൻ മര്യാദയ്ക്ക് വരാൻ വേണ്ടി പറഞ്ഞല്ലേ, നീ ഇവിടെ വീഡിയോ കണ്ടാൽ മതി. ആ ഡ്രോൺ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇത് നോക്കിക്കോ, പണ്ട് നമ്മളിവിടെയൊക്കെ വന്നിട്ടില്ലേ. എന്ത് ഹലോ, ഇവിടെയൊക്കെ കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പുറത്ത് വലിയ കുഴപ്പമില്ല. ഇതാ തെളിഞ്ഞ് കാണാം ജയില്, തടവറ. ഇതൊന്നും അല്ല, ഇതിനേക്കാൾ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പുറം. ശരിക്കും പറഞ്ഞാൽ ഡ്രോൺ ഷൂട്ടൊന്നും വേണ്ട കേട്ടോ, ഇവിടെ വെച്ച് തന്നെ അല്ലാണ്ട് അത്യാവശ്യം കാണും. മൂന്നാല് വർഷം മുമ്പ് വന്നപ്പോൾ നമുക്ക് ഇതിലേ പോകാമായിരുന്നു പുറത്തൂടെ. എന്താ ഇവർ ഫ്രണ്ടിൽ നിന്ന് ഡ്രോൺ ഷൂട്ട് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞോ. നല്ല പിക്ചർ എടുക്കണം. പൊള്ളുന്നു, അധികം നേരം നിൽക്കുന്നു അറിയില്ല. സ്റ്റാച്ചു നിൽക്കുന്നത്
വെയിലില്ലാത്ത വരണം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം വണ്ടി സെറ്റാക്കിയിട്ട് തരണം. ഇതിന് മേളിൽ കയറാ, റിസ്ക് എടുത്ത് കയറാൻ മതി. റിസ്ക് എടുത്താലേ റിസ്ക് സാപ്പിടാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ. അധികം റിസ്ക് എടുക്കണ്ട, ഞാനും ഫോണും കൂടെ ആയിട്ട് പോകും. അതുകൊണ്ട് വേണ്ട, മുടിയെല്ലാം നോക്കി ഒരുമാതിരി പറന്ന്. കണ്ണൂർ കോട്ട നമ്മൾ നല്ലതായിട്ടൊന്നും പറഞ്ഞ് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ജസ്റ്റ് ഒരു ദിവസം ഇങ്ങോട്ടെല്ലാം വരും, ഇത് സെറ്റപ്പായിട്ട് വീഡിയോ എടുക്കും. ഇത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. പണ്ടത്തേനേക്കാളൊക്കെ കുറച്ച് ക്ലീൻ ആകാൻ തുടങ്ങി. ഇവിടെ ക്ലീനിങ് സർവീസൊക്കെ കൂടിയിട്ടുണ്ട്. ഇതാ ഇതിലങ്ങോട്ട് ഇറങ്ങാമെന്നാ തോന്നുന്നേ, നോക്കി നോക്കട്ടെ. ആൾക്കാർ കുറവാണ്. നമുക്ക് ഏതാ രീതിയിൽ ഇറങ്ങി അങ്ങ് പോയേക്കാം. എന്ത് ചൂടാ. പോകുന്ന വഴി ബീരങ്കിയൊക്കെ കാണിച്ചു തരാം. ഇതിലേക്കൂടെ നമുക്ക് കയറാം, അപ്പുറത്തൂടെ കയറാം കേട്ടോ. ഞാൻ അപ്പുറത്തൂടെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞു വരുമായിരുന്നു. ഇത് ഇവിടെ ഒരു ജയിൽ പോലത്തെ, ജയിൽ പോലെ അല്ല, ജയിലൊക്കെ ആയിരിക്കും. ഉള്ളിൽ കണ്ടോ? ഹലോ ഹലോ, പേടിയാണ്. പാമ്പോ അനക്കോണ്ടയോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ. ഇതാ ബീരങ്കി, ഉണ്ടയില്ലാത്ത ബീരങ്കി. ഉണ്ടെന്നില്ല, വെടി വെക്കാൻ അറിയത്തില്ലായിരിക്കും.